ഒന്ന് ചോദിച്ചു നോക്കട്ടെ, നമ്മുടെ സ്കൂളുകൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അവർ കണക്ക് പഠിക്കുന്നുണ്ട്, സയൻസ് പഠിക്കുന്നുണ്ട്, ഗ്രാമറുണ്ട്, എങ്ങനെ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നു പഠിക്കുന്നുണ്ട്, എസ്സേ എഴുതാൻ പഠിക്കുന്നുണ്ട്. പക്ഷേ എന്തിലെങ്കിലും ഒരു വിഷയത്തിൽ തോറ്റുപോയാൽ എന്ത് ചെയ്യണം? ഇനി അതല്ല, അവർ മത്സരിക്കുന്ന ഒരു മാച്ചിൽ വാങ്ങാനോ കിട്ടാനോ ആഗ്രഹിച്ചൊരു സാധനം കിട്ടാതെ പോകുമ്പോൾ അവരതിനെ എങ്ങനെ കോപ്പ് ചെയ്യുന്നു? അതവരെവിടുന്ന പഠിക്കുന്നത്? സത്യം പറഞ്ഞാൽ സ്കൂളുകളൊന്നും അതേക്കുറിച്ച് സംസാരിക്കുന്ന പോലുമില്ല. അവർ പലപ്പോഴും ജയിച്ച് കീഴടക്കി ഫസ്റ്റായ ആളുകൾക്ക് വേണ്ടി ക്ലാപ്പ് ചെയ്യുക. അത് ഓട്ട മത്സരത്തിലാണെങ്കിലും പരീക്ഷയിലാണെങ്കിലും ഓരോ ക്ലാസ്സിലും സെഷൻ കഴിയുമ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം പറയുന്നവരെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവിടെ സാധിക്കാതെ പോകുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവരെക്കുറിച്ച് ആരും ഗവനിക്കാറില്ല. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മക്കളെ സ്കൂളുകളും മറ്റ് വിദ്യാഭ്യാസ കേന്ദ്രങ്ങളൊന്നും പഠിപ്പിക്കുന്നില്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കേണ്ട നമ്മുടെ മക്കളെ. തോൽവി ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇറ്റ്സ് ഓക്കെ ടു ഫെയിൽ. അവരെ കാണുന്ന വലിയ വലിയ നേട്ടങ്ങളുണ്ടാക്കിയ വലിയ മഹാന്മാർ, ജീവിതത്തിൽ വിജയം വരിച്ചിരിക്കുന്ന ബിസിനസ് ടൈക്കൂൺസ് ഇവരൊക്കെ അവിടെ എത്തുന്നതിന് മുമ്പ് അനേകം തവണ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെ പരാജയപ്പെട്ട് തോൽവി അതിൽ നിലത്ത് വീണ അവിടെ കിടന്ന് കരയുന്നതിന് പകരം വീണ്ടും എണീറ്റ് അവർ കൂടുതൽ പരിശ്രമിക്കുകയും അങ്ങനെ വിജയം വരിക്കുകയും ചെയ്യുന്ന ഒരു സ്കില്ലുണ്ടല്ലോ, അതിനുള്ള കഴിവ്, അതിനെ നമ്മൾ റെസീലിയൻസ് എന്ന് പറയും. മലയാളത്തിൽ എന്താ പറയുക? ഈ വീഡിയോയുടെ കമൻറ്റിൽ നിങ്ങൾക്ക് വെക്കാവുന്ന അതൊരു വലിയ കഴിവാണ്. അങ്ങനെയാണ് നമ്മുടെ മക്കൾ സ്ട്രോങ് ആയിത്തീരുന്നത്. സ്കൂൾ വിദ്യാഭ്യാസവും യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസവും ഒക്കെ തന്നെ നമ്മുടെ മക്കളെ ആക്കി തീർക്കേണ്ടത് മെൻ്റലി, ഇമോഷണലി, ഫിസിക്കലി സ്ട്രോങ്. ഒരിക്കലും അവരത് വീക്കാവാൻ പാടില്ല. നമ്മളിൽ നിന്ന് അവർ കണ്ടുപിടിക്കട്ടെ നമ്മൾ എങ്ങനെയാണ് പരാജയം. നമ്മൾ പല ആഗ്രഹങ്ങളുണ്ടല്ലോ, വീടുണ്ടാക്കാൻ, സമ്പാദിക്കാൻ, അതുപോലെ പല ആഗ്രഹങ്ങളും ഉണ്ടാവും ഭൗതികമായിട്ടും അല്ലാതെയൊക്കെ തന്നെ. ആ ആഗ്രഹങ്ങളൊക്കെ നടക്കാതെ പോകുമ്പം നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് കണ്ണും തലയും തുറന്നുകൊണ്ട് മക്കൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അവരുടെ മുമ്പിൽ മാതാപിതാക്കൾ നല്ല എക്സാമ്പിളുകളാണ്, നല്ല ഉദാഹരണങ്ങളായി ജീവിച്ച് കാണിച്ചു കൊടുക്കുക. നമ്മളെ മക്കളെ തോൽവിയെ കൂടി ഉൾക്കൊള്ളാനും അതിൽ നിന്ന് അടുത്ത പടിയിലേക്ക് അവരെ തന്നെ സ്റ്റെപ്പ് അപ്പ് ചെയ്യാനും പഠിക്കട്ടെ.